പെട്ടെന്ന് കട്ട് ചെയ്തത്. പിന്നെ ഐ മിസ് യു ബേബി, ഇനി ഇതിനെ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നത്. ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്ത് ഓടി വരും. ഐ ലവ് യു ബേബി. ബേബി, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ? വല്ല കുഴപ്പവും ഉണ്ടാവും? ഇതൊക്കെ ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാശ് നമുക്കിപ്പോൾ തരാനായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വഴിയെ കണ്ടോളൂ. സിദ്ധുവേട്ടനാണെങ്കിൽ പിന്നെ എനിക്ക് പണ്ടേ പൊടിഞ്ഞ പ്രണയമാണല്ലോ. ആ വട്ടം വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഞാനാണ് അയാളെ ജീവൻ തുല്യം സ്നേഹിച്ചതെന്ന്. പിന്നെ അയാളുടെ ജീവിതത്തിൽ വന്ന് വെറുതെ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് ആദ്യമേ ഓടി വന്നത് സിദ്ധുവേട്ടൻ്റെ മുഖമാണ്. ഞാൻ ആദ്യമേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതൊന്നും നടക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ സിദ്ധുവേട്ടൻ ഇപ്പോഴും എൻ്റെ അടുത്ത് മുടിഞ്ഞ പ്രണയമാണ്. പിന്നെ ഞാൻ കാരണം സച്ചിനോടെ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. മാക്സിമം അവരെ തമ്മിൽ വെറുപ്പിച്ച് അകറ്റി നിർത്തിയാലേ ഞങ്ങളുടെ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധു വെറും വേസ്റ്റ് അല്ലേ. പിന്നെ അവൻ അവളോടൊപ്പം ജീവിക്കേ മരിക്കേ എന്താ ചെയ്തോട്ടെ, നമുക്ക് നമ്മുടെ കാര്യമല്ലേ ബേബി വലുത്. അപ്പോൾ ഗുഡ് നൈറ്റ് ബേബി. അധിക നേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കണ്ട. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടാലോ, പ്രത്യേകിച്ച് സിദ്ധു. ഇനി നമ്മളെ പ്ലാനൊക്കെ പൊളിയും. ലവ് യു ബേബി, ഐ മിസ് യു. ഗുഡ് നൈറ്റ്. നിന്റെ ജീവിതം വീണ്ടും വീണ്ടും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കണല്ലേ. സിദ്ധേട്ടാ, എന്തെങ്കിലൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞോണ്ടില്ല. ഈ കല്യാണത്തിന് അതിൽ ഞാൻ എതിർത്തേനെ. നിന്റെ അഭിനയം നീ മണ്ഡപത്തിൽ വന്നപ്പോൾ തന്നെ കണ്ടതല്ലേ. എന്നിട്ട് അപ്പം നീ ഇതൊക്കെ സിദ്ധേട്ടാ, അതുകൊണ്ട് ഞാൻ നീ ഒന്നും പറയണ്ട. നീ അവസരങ്ങളിലാക്കി നീ എന്നെ സ്വന്തമാക്കാൻ നോക്കിയത് ഇതിനൊക്കെ നീ ഇവിടെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്താ വിചാരിച്ച് എന്നെ കല്യാണം കഴിച്ച് എന്റെ ഭാര്യ പദവി അലങ്കരിച്ച് സുഖമായിട്ട് ജീവിക്കാമോ? നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. സിദ്ധേട്ടാ, ഞാൻ അങ്ങനെ വിചാരിച്ചല്ല. വിശ്വസിക്കും സിദ്ധേട്ടാ. എന്റെ മായ്പോ അവിടെ ഞാൻ പോയി കിടക്കും. എല്ലാവരും മുമ്പ് മാത്രമായിരിക്കും നിന്റെ ഭാര്യ. എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം ഇപ്പോഴും നിൽക്കപ്പെട്ടതായിരിക്കും. ഞാൻ അറിഞ്ഞില്ലല്ലോ നീ എന്നെ സ്നേഹിച്ചത്. എല്ലാം സച്ചു അവളായിരുന്നു. സച്ചു, ഞാൻ ഇത്രയും നാൾ സച്ചുവിനെ ജെനി പറഞ്ഞതെല്ലാം കേട്ടിട്ട് വെറുക്കുമായിരുന്നില്ലേ. ഞാൻ എന്തൊരു വിദ്യ ദൈവമേ. ഇത്രയും നാളും എന്റെ ജീവൻ തുല്യം സ്നേഹിച്ചവളെയാണല്ലോ ഞാൻ വെറുപ്പോടെ കണ്ടത്. എന്നിട്ട് എന്റെ സ്നേഹം തമാശയായിട്ട് കണ്ടവളെയാണല്ലോ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചത്. എനിക്കിന്ന് സച്ചിനെ സ്നേഹിക്കാൻ പോലുള്ള അർഹതയില്ല. ദൈവമേ, ആ ജെനി പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്തൊക്കെയാ അവളെ പറഞ്ഞു കൂട്ടിയത്. എന്നിട്ട് അതിനൊന്നും ഒരു മറുപടി പോലും അവള് പറഞ്ഞില്ലല്ലോ. എവിടെ എന്റെ സച്ചു? എനിക്ക് അവളെ കാണണം, അവളോട് സോറി പറയണം. ഇവിടെ ജിത്തുവേട്ടൻ ചേച്ചിയെ കണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ലല്ലോ. എന്തേ? ഏട്ടാ, ആ ജെനി ഇല്ലേ, അവള് സിദ്ധുവേട്ടനെ ചതിക്കുക. ജിത്തുവേട്ടാ, അവള് ആരുടെ കൂടെയോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവള് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ഇവിടേക്ക് വന്നത്. എന്തോ ഏട്ടനെ ചതിച്ച് കാശെന്തോ ഒപ്പിക്കാനുള്ള പ്ലാനായിട്ടാ അവള് വന്നിരിക്കുന്നത്. അവളെന്തോ ഉടായി പോയിട്ടാ വന്നേക്കുന്നെന്ന് എനിക്ക് അന്നേ തോന്നിയതാ. സിദ്ധുവേട്ടനോട് പറഞ്ഞ സിദ്ധുവേട്ടൻ കേൾക്കണ്ടേ? അവളോട് മുടിഞ്ഞ പ്രേമമാണല്ലോ, പിന്നെ വിശ്വാസം.
എന്തായാലും ചിത്രമായിട്ടാ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന ശരിയാവില്ലല്ലോ. അവളുടെ കള്ളത്തരമൊക്കെ പുറത്തു കൊണ്ടുവരണ്ടേ. അപ്പോൾ നമുക്ക് അന്ന് പറഞ്ഞതുപോലെ ചേച്ചിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയാലോ, സിദ്ധുവേട്ടനും ചേച്ചിയും ജെനിയും തമ്മിൽ എന്താന്നൊക്കെ. അത് നീ പറഞ്ഞത് ശരിയാ. നമുക്കെങ്കിൽ ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. ഏട്ടത്തി അന്ന് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും നമുക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നു. സിദ്ധുവേട്ടൻ എവിടെയാ? കിടന്നോ? ആ, സിദ്ധുവേട്ടൻ എന്റെ റൂമിലാ ഇപ്പോ കിടന്നു കാണും. ഞാൻ നിന്റെ അടുത്തേക്ക് വരാനിരിക്കുകയായിരുന്നു, കുറച്ച് കഴിയട്ടെ എന്ന് വെച്ചു. ചേച്ചി, ഞങ്ങള് ചേച്ചിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ചേച്ചിയും സിദ്ധുവേട്ടനും ജെനിയും തമ്മിൽ എന്താ പ്രശ്നം? എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവള് സിദ്ധുവേട്ടനെ ചതിച്ചോണ്ടിരിക്കുക ചേച്ചി. ഞാനിന്ന് അവള് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടായിരുന്നു. എന്തോ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല അവള് തിരിച്ചു വന്നത്. ഇപ്പോഴെന്നല്ല, എപ്പോ സിദ്ധുവേട്ടന്റെ അടുത്തേക്ക് അവള് വന്നാലും ആ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കില്ല. ഇപ്പോൾ അവള് തിരികെ വന്നിട്ടുണ്ടെങ്കിലും അതിനെന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സിദ്ധുവേട്ടന് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഏട്ടത്തി ഇപ്പൊ ഓക്കെ ആണെങ്കിൽ അന്ന് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞില്ലായിരുന്നു? ഇതിനെല്ലാം പറയാൻ ചിത്തു. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് സിദ്ധുവേട്ടനെ രക്ഷിക്കണം. അവൾ എന്താണെന്നുള്ള സത്യം മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ എന്റെയും സിദ്ധുവേട്ടന്റെയും ജെനിയുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ ഞാനാണ് ഇപ്പോഴും സിദ്ധുവേട്ടന് വെറുക്കപ്പെട്ടവളായി മാറിയത്. കുട്ടിക്കാലം മുതലേ എനിക്ക് സിദ്ധുവേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് പക്ഷേ അന്ന് പ്രണയാണോ എന്താണോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ എനിക്കതൊക്കെ മനസ്സിലായത്. കുട്ടിക്കാലം മുതലേ ഞാനും സിദ്ധുവേട്ടനും ജെനിയും ഒരുമിച്ചായിരുന്നു. എന്നാൽ സിദ്ധുവേട്ടന് ഏറ്റവും ഇഷ്ടം ജെനിയായിരുന്നു. ജെനിയോട് മിണ്ടാനും കളിക്കാനും കൂട്ടുകൂടാനും ഒക്കെയായിരുന്നു സിദ്ധുവേട്ടന് ഏറെ ഇഷ്ടം. പക്ഷേ അതൊന്നും എന്നെ സങ്കടപ്പെടുത്തിയില്ല. എന്നാലും ഞാൻ അവരുടെ കൂടെ പോകുമായിരുന്നു. കുഞ്ഞുനാൾ തൊട്ടേ സിദ്ധുവേട്ടന് എന്നോടൊരു അകൽച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു സിദ്ധുവേട്ടനും കുടുംബവും നാട്ടിൽ നിന്ന് ദൂരേക്ക് പോയത്. അന്ന് ജെനിയോട് സിദ്ധുവേട്ടൻ മെസ്സേജ് അയക്കാനും കത്തുകളൊക്കെ എഴുതാനും പറഞ്ഞിരുന്നു. അന്ന് ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണൊന്നും ഇല്ലായിരുന്നല്ലോ. കമ്പ്യൂട്ടർ ജെനിയുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധുവേട്ടൻ അയക്കുന്ന മെസ്സേജിനൊന്നും അവൾ അങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കാറില്ലായിരുന്നു. അവൾക്കത് ബോറിംഗ് ആണ്, എന്തോ പോലെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ റിപ്ലൈ കൊടുത്തോട്ടെ നിന്റെ പേരിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നെ ഞാനും സിദ്ധുവേട്ടനും കത്തുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ ഒരുമിച്ച് സംസാരിക്കാനും കൂട്ടുകൂടാനൊക്കെ തുടങ്ങി. സിദ്ധുവേട്ടൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഞങ്ങൾ പരസ്പരം കത്തുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ കൈമാറി. പക്ഷേ സിദ്ധുവേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ ജെനിയാണെന്ന. അങ്ങനെ ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും കത്തുകളിലൂടെയും ലെറ്ററുകളിലൂടെയും പരസ്പരം സ്നേഹിക്കാനും തുടങ്ങി. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാനാണല്ലോ മെസ്സേജൊക്കെ അയക്കുന്നത്. സിദ്ധുവേട്ടൻ കരുതിയിരിക്കുന്നത് ജെനിയാണെന്നാണല്ലോ. എന്നാൽ ജെനി ഇതിനൊക്കെ സപ്പോർട്ടായിരുന്നു. എനിക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമാണെന്ന് അവൾക്കും അറിയാമായിരുന്നു. അവൾ പറഞ്ഞു, തൽക്കാലം നീ ഇപ്പോൾ പറയണ്ട, സിദ്ധുവേട്ടൻ നാട്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സിദ്ധുവേട്ടനടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവളെ വിശ്വസിച്ച് എനിക്ക് തെറ്റുപറ്റിയെന്ന് പിന്നെയാണ് മനസ്സിലായത്. സിദ്ധുവേട്ടനും കുടുംബവും തിരിച്ച് നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അമ്മയുടെ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളെ എൻ്റെ സിദ്ധുവേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു. അവൾക്ക് സിദ്ധുവേട്ടനോട് ആത്മാർത്ഥ പ്രണയമൊന്നുമില്ല. പക്ഷേ സിദ്ധുവേട്ടൻ്റെ പണവും സ്വാധീനവും ജോലിയൊക്കെ കണ്ട് അവൾ സിദ്ധുവേട്ടനെ മനഃപൂർവ്വം സ്നേഹിക്കുമായിരുന്നു. അതുമല്ലാഞ്ഞിട്ട് അവൾക്ക് കോളേജിൽ തന്നെ ഒരുപാട് ചെക്കന്മാരുമായിട്ട് പല രീതിയിൽ ബന്ധവും ഉണ്ടായിരുന്നു. ജെനി സിദ്ധുവേട്ടനെ കണ്ടു. അവളാണ് മെസ്സേജുകളും ലെറ്ററും അയച്ചെന്ന രീതിയിൽ സിദ്ധുവേട്ടനോട് സംസാരിക്കുകയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയൊക്കെ ചെയ്തു. പക്ഷെ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടു.
സച്ചു, ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, സിദ്ധുവേട്ടൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നീ സിദ്ധുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചപ്പോൾ എനിക്ക് തിരിച്ച് സത്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. എനിക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയാ സിദ്ധുവേട്ടനെ ചതിക്കുന്നെന്ന് തോന്നി. അതാ ഇപ്പോൾ ഞാനും സിദ്ധുവേട്ടനും റിലേഷനില്ല. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? പിന്നെ നീ ഒരു ശല്യമായിട്ട് ഞങ്ങളുടെ ഇടയിൽ വരരുത്. ശരി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് എല്ലാം അറിയാവുന്നതല്ലായിരുന്നു. നീ സിദ്ധുവേട്ടനെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അപ്പോ ഞാനിപ്പോ കണ്ടുകൊണ്ട് വന്ന എന്താ? നിനക്ക് സിദ്ധുവേട്ടനോട് മാത്രമല്ല മറ്റു പല ആൺകുട്ടികളോടും ഇതുപോലെ ബന്ധമുണ്ട്. നീ എന്റെ സിദ്ധുവേട്ടനെ ചതിക്കരുത്. നിന്നെ സിദ്ധുവേട്ടനെ ചതിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ മറ്റു പല ആമ്പിളരെയും കാര്യം നീ ആയിട്ട് പോയി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞാൻ എല്ലാ കാര്യങ്ങളും സിദ്ധുവേട്ടനോട് പറയാൻ പോവുക. സിദ്ധുവേട്ടൻ ചതിക്കപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ജെനി, ഇതിപ്പോ എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകുമല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കില്ല ലിസ. ഒന്നും കൈവിട്ടു പോകാൻ പോണില്ല. അതിനു മുന്നേ ഞാൻ എന്തായാലും സിദ്ധുവേട്ടനെ പോയി ഒന്ന് കാണും. എന്നിട്ട് അവളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിദ്ധുവേട്ടനെ അവളിൽ നിന്ന് അകറ്റി വെറുപ്പിക്കും. ജെനി, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? പാവം സച്ചു, അവളല്ലേ ഇത്രയും നാളും സിദ്ധുവേട്ടന് മെസ്സേജ് അയക്കുകയും ലെറ്റർ അയക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തത്. നീ അതിന് കൂട്ടുനിന്ന് ആ പാവത്തിന് ആശയൊക്കെ കൊടുത്തിട്ട് എന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? നിനക്കെന്താ അവളോട് ഇത്ര ഒരു സ്നേഹം? നീ എന്റെ ഫ്രണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറയുന്നതൊക്കെ കേട്ടാ മതി. ഇടി, ഞാൻ സിദ്ധുവേട്ടനെ വളച്ചത് വേറൊന്നും കൊണ്ടല്ല. അയാളുടെ കയ്യിൽ നല്ല പൂത്ത കാശും പിന്നെ നല്ലൊരു ജോലിയുണ്ട്. പിന്നെ ഇപ്പൊ പ്രേമിക്കുന്നവന്മാർക്ക് കളഞ്ഞിട്ട് പോയാ അങ്ങേരെ കിട്ടുമല്ലോ. പിന്നെ എന്തോന്നെന്ന് വെച്ചാ അങ്ങേർക്കാണെങ്കിൽ എൻ്റെ കൂടെ മുടിഞ്ഞ പ്രണയം. ഇത്രയും പ്രണയമൊക്കെ എന്നോടുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്കും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. എന്തായാലും അവള് എന്തൊക്കെയോ സത്യങ്ങൾ പോയി പറയാന്നല്ലേ പറഞ്ഞത്. അതിന് മുന്നേ ഞാൻ സിദ്ധുവേട്ടനെ പോയി ഒന്ന് കാണട്ടെ. ഇപ്പൊ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിയേക്കാം. നീ എന്റെ പെടുന്ന ദേഹത്ത് കൈവയ്ക്കുന്നു. അയ്യോ ബേബി, സിദ്ധുവേട്ടൻ കണ്ടു നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. സച്ചു പറഞ്ഞിട്ടാണെന്ന് വേഗം പറയും. സിദ്ധുവേട്ടൻ, എനിക്കൊന്നും അറിയില്ല സിദ്ധുവേട്ടൻ. എന്നോട് മോശമായിട്ട് പെരുമാറി സിദ്ധുവേട്ടൻ. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇവളുടെ ഫ്രണ്ട് സനയെ പറഞ്ഞിട്ടാ. സനയ്ക്ക് ചേട്ടനെ ഇഷ്ടമാണെന്ന്. നിങ്ങൾ തമ്മിൽ രണ്ടാക്കിയാലേ അവൾക്ക് ചേട്ടന്റെ മനസ്സിൽ കയറി കൂടാൻ പറ്റുമെന്നും പറഞ്ഞു. അതിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്. സിദ്ധുവേട്ട, ഇപ്പൊ സിദ്ധുവേട്ടന് മനസ്സിലായില്ലേ അവളുടെ സ്വഭാവം? അവള് നമ്മൾ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാൻ നോക്കുക. സിദ്ധുവേട്ടൻ ആ സത്യം ഞാൻ മനസ്സിലാക്കി തരാം. എന്റെ കൂടെ വാ. സിദ്ധുവേട്ടൻ മാറി നിന്നാ മതി. ഞാൻ അവളോട് സംസാരിക്കാം. ഡി സച്ചു, നീ അല്ലേടി അവനെ പറഞ്ഞു വിട്ടത്? അവൻ എന്നെ കയറി പിടിക്കാൻ നോക്കി. സിദ്ധുവേട്ടൻ അതൊക്കെ കണ്ടുകൊണ്ട് വന്നു. ഞങ്ങൾ തമ്മിൽ പിരിക്കാൻ വേണ്ടിയല്ലേ നീ അവനെ പറഞ്ഞു വിട്ടത്? എന്തിനായിരുന്നു സച്ചു ഇങ്ങനെയെല്ലാം ചെയ്തത്? നിനക്ക് സിദ്ധുവേട്ടനെ നേടാനല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ എന്തൊക്കെയാ ജെനി പറയുന്നത്? നിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന്? ഓ, അപ്പൊ നീ അല്ലേ ഇതിനൊന്നും കാരണക്കാരി? അപ്പൊ നിനക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമല്ല അല്ലേ? ജെനി, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ സിദ്ധുവേട്ടനെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ സിദ്ധുവേട്ടനെ. നീയാ എന്റെ സിദ്ധുവേട്ടനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്? നിന്നെ കുറിച്ച് ജെനി ഒരുപാട് പറഞ്ഞു. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെയും എന്റെ ജെനിയും തമ്മിൽ പിടിക്കാൻ നീ ഇപ്പൊ എന്താ ചെയ്തത്? നിന്നെ ഞാൻ എന്റെ ഒരു നല്ല ഫ്രണ്ടായിട്ടല്ലേ കരുതിയത്. സിദ്ധുവേട്ടൻ എന്തായി പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ ഇവിടെ നടക്കുന്നേ? സിദ്ധുവേട്ട, ഇവള് പറയുന്നതൊന്നും കേൾക്കരുത്. ഇവള് സിദ്ധുവേട്ടനെ ചതിക്കുക. ഇവൾക്ക് പല ആൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. ഞാനൊന്നും ചെയ്തില്ല സിദ്ധുവേട്ട. നിന്റെ അഭിനയം, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ ജെനിയാണ് ചെയ്യുന്നതെന്ന് നീ വരുത്തി തീർക്കാൻ നോക്കുവാണോ? നീ ഒരക്ഷരം വേണ്ടരുത്. മേലിൽ എന്റെയും എന്റെ ജെനിയുടെ ജീവിതത്തിലും നീ കടന്നു വരരുത്. നീ ഒരു ഫ്രണ്ടായിട്ട് പോലും. ആ ജെനി, ഇവളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. സിദ്ധുവേട്ടൻ നടന്നോളൂ, ഞാൻ ഇവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചിൻ? നിനക്ക് തന്നെ തിരിച്ചടി കിട്ടിയില്ലേ? ഇപ്പൊ സിദ്ധുവേട്ടൻ നിന്നെ നന്നായിട്ട് വെറുത്തിട്ടുണ്ട്. നീ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും സിദ്ധുവേട്ടൻ ഒന്നും വിശ്വസിക്കാൻ പോണില്ല. അപ്പൊ ശരി, ബൈ. സിദ്ധുവേട്ടനെ ചതിക്കൂ സിദ്ധുവേട്ടൻ.
ഇതാണ് ലിസ, എന്റെ ന്യൂ ബോയ് ഫ്രണ്ട്. എങ്ങനെയുണ്ട് ആള്? സ്മാർട്ട് അല്ലേ? ഹായ് ലിസ, ഐ എം ക്രിസ്റ്റി. ഹായ് ക്രിസ്റ്റി. ബേബി, ഞാൻ പോയി ഡ്രിങ്ക്സ് എടുത്തിട്ട് വരാം, നിങ്ങൾ ഇവിടെ ഇരിക്കും. എടി, അപ്പൊ സിദ്ധുവേട്ടനും ഇപ്പൊ ഈ പാർട്ടിക്ക് വരില്ലേ? അപ്പൊ ക്രിസ്റ്റി എങ്ങനെയാ? ഓ, ക്രിസ്റ്റി ഇപ്പൊ അങ്ങ് പോവും. അത് കഴിഞ്ഞ് സിദ്ധുവേട്ടൻ വരും. എനിക്ക് സിദ്ധുവേട്ടൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. പക്ഷെ ഞാനായിട്ട് കളഞ്ഞിട്ട് പോകുന്ന പോലെ ആകരുത്. സിദ്ധുവേട്ടൻ കാരണം ഞാൻ സിദ്ധുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ ആക്കി തീർക്കണം. അതാണ് എൻ്റെ പ്ലാൻ. പിന്നെ സിദ്ധുവേട്ടനെ ഇവിടെ വരുത്തുന്നതിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. നീ ഇതോ അവിടെ നിൽക്കുന്ന അവളെ കണ്ടോ? സച്ചു. അവളെ വെച്ച് ഞാൻ ഇന്നൊരു കളി കളിക്കും. അതെങ്ങനെയാ ജെനി? നീ അവളെ വെച്ച് എന്താ ചെയ്യാൻ പോണേ? നീ കണ്ടോ മോളെ ഞാൻ എന്താണ് ചെയ്യാൻ പോണേന്ന്? ബേബി, ഡ്രിങ്ക്സ്. ബേബി, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകണം, നാളത്തെ ഒരു മീറ്റിങ്ങിന്റെ കാര്യത്തിന്. അപ്പോ ഞാൻ പോക്കോട്ടെ? ബേബി, ഇപ്പൊ തന്നെ പോണു. ഐ മിസ് യു. എന്തായാലും ബേബിക്ക് തിരക്കായതുകൊണ്ടല്ലേ. അപ്പൊ പൊക്കോളും. ലവ് യു. ബൈ. ഓ മൈ സ്വീറ്റി, ഐ ലവ് യു ആൻഡ് മിസ് യു. അപ്പോ ബൈ, ഞാൻ പോവുകയാണേ. അല്ല ജെനി, നീ സിദ്ധുവേട്ടനെ ഒഴിവാക്കാൻ കാരണം എന്താ? അത് പിന്നെ സിദ്ധുവേട്ടനാണെങ്കിൽ ഒരു നല്ലൊരു വൈബൊന്നുമില്ല. ഇങ്ങനത്തെ പാർട്ടികളിലൊന്നും അങ്ങേർക്ക് പങ്കെടുക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. ഇന്ന് തന്നെ ഞാൻ നിർബന്ധിച്ചുകൊണ്ടാ വരുന്നേ. പക്ഷേ ഞാൻ അങ്ങേരെ വരുത്തുന്നത് തന്നെ ഒരു പ്ലാനിന് വേണ്ടിയാണല്ലോ. പക്ഷേ ക്രിസ്റ്റി അങ്ങനെയല്ല, ഫുള്ള് വൈബാ, മോഡേൺ ടൈപ്പാ. പിന്നെ എല്ലാ കാര്യത്തിനും എപ്പോഴും കൂടെ നിൽക്കും. സിദ്ധുവേട്ടനെ പോലെയല്ല. ലിസ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താന്ന് വെച്ചാ, ആ നിൽക്കുന്ന വെയിറ്ററിനെ കണ്ടോ? അയാളുടെ കയ്യില് ഞാനൊരു ഡ്രിങ്ക്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നീ എങ്ങനെയെങ്കിലും സച്ചുവിനെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കണം. നീ അവളുടെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി അവിടെയൊക്കെ നിന്നിട്ട് ആ ഡ്രിങ്ക്സ് പയ്യെ ഒന്ന് അവിടെ വെച്ച് തന്നാൽ മതി. അവള് പക്ഷേ അത് കുടിക്കണം. നീ പറഞ്ഞ സഹായമൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷേ അവളെ വെച്ച് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അതല്ലേ മോളെ പറഞ്ഞത്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. സിദ്ധേട്ട, ഇവിടെ. ജെനി, നീ എന്നെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞോ? ഹേയ്, ഇല്ല സിദ്ധേട്ട, ഞാൻ എന്റെ സിദ്ധേട്ടനെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞൊന്നുമില്ല. അത് സച്ചു അല്ലേ ജെനി നിൽക്കുന്നേ? ഓ, അവൾ ഇവിടേക്ക് വരാറുണ്ടോ? ഇത് കോളേജിന്റെ വക പാർട്ടിയല്ലേ, അപ്പോ എല്ലാവർക്കും ഇന്നിവിടെ വന്നേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ അവൾ എന്തായാലും കാണുമല്ലോ. സിദ്ധുവേട്ടൻ ഡ്രിങ്ക്സ് കുടിക്കില്ലേ? അതെന്താ ജെനി നീ അങ്ങനെ ചോദിച്ചത്? നിനക്കറിയാലോ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല എന്ന്. അത് എനിക്കറിയാം. സിദ്ധുവേട്ടൻ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒന്നും കുടിക്കില്ല എന്ന്. ഞാൻ ചോദിച്ച ഫ്രൂട്ട്സിന്റെ എന്തെങ്കിലും ഡ്രിങ്ക്സ് തരട്ടെ എന്ന്. അയ്യോ ജെനി, എനിക്ക് എന്തോ തല ചുറ്റുന്ന പോലെ തോന്നുന്നു. അയ്യോ സിദ്ധേട്ട, എന്താ പറ്റി? ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ജെനി, എനിക്ക് വയ്യ ജെനി. ജെനി. ഹായ് സച്ചു. സച്ചു ആദ്യമായിട്ടാണല്ലേ ഇങ്ങനത്തെ പാർട്ടിയിലേക്ക് വരുന്നത്? ലിസ, ഞാൻ ഈ പാർട്ടിയിലേക്ക് ആദ്യമായിട്ടാ. അതിന്റെ ഒരു ഇതെനിക്കുണ്ട്, എന്താ പോലെ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും. സച്ചു, നീ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാറല്ലേ? ഇല്ല ലിസ, എനിക്ക് അതൊന്നും ഉപയോഗിച്ച് ശീലമില്ല. ഓ ആണോ? ഞാൻ ചെറുതായിട്ട് കുടിക്കും. എന്തായാലും നീ ആൽക്കഹോൾ കലർന്ന ഒന്നും കുടിക്കില്ലല്ലോ. അപ്പൊ ഇത് ജ്യൂസാ. ഇതിനകത്ത് ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഓ, താങ്ക് യു ലിസ. സച്ചു പണി വരുന്നതറിയാതെ കുടിക്കുക. ജെനി, ഇനി എന്താ ചെയ്യേണ്ടത്? സച്ചുവിനെ ഞാൻ അവിടെ ഇരുത്തിയേക്കുക. ഇത് ഒരു റൂമിന്റെ കീ ആണ്. ഈ റൂം തുറന്ന് നീ അവളെ അവിടെ കൊണ്ടുപോയി കിടത്തിയേക്ക്. എടി ജെനി, നീ എന്താ ചെയ്യാൻ പോണേ? നീ പേടിക്കാതെ, ഞാൻ അവളെ ഒന്നും ചെയ്യത്തില്ല. എന്തായാലും നീ അവളെ അവിടെ കൊണ്ടുപോയി കിടത്ത്. എടി, നീ എന്തിനാ സിദ്ധുവേട്ടനെ സച്ചുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയത്? ഇതാണ് എന്റെ പ്ലാൻ. ഇതോ നിന്റെ പ്ലാൻ? ഇതെന്ത് പ്ലാനാ? ഓ, ഇടി മന്ദബുദ്ധി, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? എന്തായാലും ഇപ്പൊ ഇവര് ഒരുമിച്ചൊരു റൂമിലല്ലേ ഉള്ളത്.
കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ബോധം വരും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാവും. എന്നിട്ട് ഈ പേരും പറഞ്ഞ് ഞാൻ സിദ്ധുവേട്ടൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കും. എന്നിട്ട് ഞാൻ സിദ്ധുവേട്ടനെ ഒഴിവാക്കും. ഓ അങ്ങനെ. അപ്പോ നീ നേരത്തെ പറഞ്ഞതുപോലെ നീയായിട്ട് സിദ്ധുവേട്ടനെ ഒഴിവാക്കിയില്ലല്ലോ. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഇപ്പോഴെങ്കിലും നിനക്കിത് മനസ്സിലായല്ലോ. ബാ, എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, പോവാം. എന്റെ തല, ഞാനിത് എവിടെയാ? ജെനി, ജെനി, എനിക്ക് എന്താ പറ്റി? സിദ്ധുവേട്ടന് ഒപ്പം ഓർമ്മയില്ലല്ലേ എന്താ പറ്റിയതെന്നല്ലേ? ജെനി, നീ ഇതെന്തായി പറയുന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ സിദ്ധുവേട്ടൻ എന്താ എന്നെ പൊട്ടിയാക്കുന്നു? അപ്പൊ ഇതൊക്കെ എന്താ സിദ്ധുവേട്ടാ? ജെനി, ഇതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാൻ നിന്റെ അടുത്തല്ലേ ഉണ്ടായിരുന്നേ. സിദ്ധുവേട്ടന് ഒന്നും അറിയില്ല അല്ലേ? സിദ്ധുവേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ സിദ്ധുവേട്ടന് വാഷ്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എണീറ്റേ. ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഞാൻ അറിഞ്ഞില്ല സിദ്ധുവേട്ട. ഒരുപാട് നേരത്തെ അന്വേഷണത്തിന് ശേഷം സിദ്ധുവേട്ടനെ ഞാൻ ഇങ്ങനെ കണ്ടത്. സിദ്ധുവേട്ടനും ഇവളും എന്നെ ചതിക്കുമായിരുന്നില്ലേ? ഇവളും സിദ്ധുവേട്ടനും എൻ്റെ മുന്നിൽ അഭിനയിക്കുമായിരുന്നില്ലേ? സിദ്ധുവേട്ട, ജെനി എന്താ ഇവിടെ? ഓ, നീ എഴുന്നേറ്റോ? നിനക്കൊന്നും അറിയില്ല അല്ലേ? എന്തായാലും സച്ചു, നീ സിദ്ധുവേട്ടൻ നേടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിദ്ധുവേട്ട, ഞാൻ നിങ്ങളെ വിശ്വസിച്ചത് ഞാൻ ചെയ്ത തെറ്റ്. സിദ്ധുവേട്ട, ജെനി, നിങ്ങളൊക്കെ എന്തായി പറയുന്നേ? ഞാൻ നിങ്ങൾ എന്ത് ചെയ്തെന്നാ? നിങ്ങളെ വിശ്വസിച്ച് സ്നേഹിച്ച് എന്നെ നിങ്ങൾ ചതിച്ചില്ലേ സിദ്ധുവേട്ട? ഇനി ഞാനും നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ സിദ്ധുവേട്ട. ഇനി നിങ്ങൾ എന്റെ പുറകെ വരരുത്. ജെനി, നീ എന്തൊക്കെയായി പറയുന്നത്? ജെനി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ജെനി, ഞാൻ ഇവളും തമ്മിൽ അങ്ങനൊന്നുമില്ല. ജെനി, ഇല്ല സിദ്ധുവേട്ട, നിങ്ങൾ ഇനി എന്നെ വിശ്വസിപ്പിക്കാൻ പാടുപെടണമെന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഞാൻ പോവുക. നിനക്കിപ്പോ സമാധാനായില്ലേ? ഇത് നിന്റെ പ്ലാൻ ആയിരിക്കുമല്ലേ? സിദ്ധുവേട്ടാ, കുറെ നാളുകൊണ്ട് ഞാൻ സഹിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും. നിങ്ങളെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അല്ലാതെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നിങ്ങൾ എനിക്ക് സ്വന്തമാക്കണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഇന്നത്തെ ഇപ്പൊ സംഭവിച്ചത് അതെന്തായാലും എനിക്കറിയില്ല. അതും നിങ്ങളുടെ ജെനിയുടെ പ്ലാൻ തന്നെ ആയിരിക്കും. അവൾക്ക് നിങ്ങളെ കളഞ്ഞിട്ട് പോകണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിർത്തടി നിന്റെ അഭിനയം. നീ വീണ്ടും വീണ്ടും എന്റെ ജെനിയാണല്ലോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തമ്മിൽ അകറ്റിയപ്പോൾ നിനക്ക് സമാധാനമായി കാണുമല്ലോ. നീ എന്താ കരുതിയത്? ഞങ്ങളെ തമ്മിൽ അങ്ങ് അകറ്റുമ്പോൾ നിനക്ക് എന്നെ കിട്ടുമെന്നല്ലേ? ഒരിക്കലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലേടി? സിദ്ധുവേട്ടാ, ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. പിന്നെ നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് വിചാരിച്ചാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. എന്തായാലും അവള് നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ പോയി അവളെ കാല് പിടിക്കാൻ നോക്ക്. നിന്റെ അഹങ്കാരത്തിന് ഞാൻ നിനക്ക് കാണിച്ചു തരാടി. ജെനി, നിക്ക് ജെനി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക് ജെനി. ജെനി, പ്ലീസ് ജെനി. നിർത്ത സിദ്ധുവേട്ട, മതി സിദ്ധുവേട്ട. ഇനി ഞാൻ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. ദയവ് ചെയ്ത് എൻ്റെ പുറകെ വരരുത്. എന്നെ ഇനി ശല്യപ്പെടുത്തരുത്, പ്ലീസ്. ഇത്രയൊക്കെ അവള് കാണിച്ചു കൂട്ടിയിട്ടും അവൾക്ക് മതിയായില്ലല്ലോ എടുത്തി. എന്നിട്ടിപ്പോ വീണ്ടും അവള് വന്നേക്കുക. സിദ്ധുവേട്ടൻ
സിദ്ധുവേട്ടാ, സോറി ചിത്തു. നീ ഒന്ന് അവളെ കുറിച്ച് പറഞ്ഞപ്പോ നിന്നോട് ഞാൻ തർക്കിച്ച് സംസാരിച്ചു. ആര് പറയുന്നതും കേൾക്കാതെ ഞാൻ അവളെ മാത്രം വിശ്വസിച്ചു. എനിക്കിനി സച്ചുവിനടുത്ത് മിണ്ടാനോ അവളെ സ്നേഹിക്കാനോ ഉള്ള അർഹത പോലും ഇല്ലല്ലോ. ഞാനിനി സച്ചുവിനെ എങ്ങനെ ഫേസ് ചെയ്യും ചിത്തു? ഏട്ടാ, അങ്ങനൊന്നുമില്ല ഏട്ടാ. ഏട്ടൻ സത്യമെല്ലാം മനസ്സിലാക്കിയല്ലോ. ഇനിയെങ്കിലും സച്ചുവിടത്തിനെ ഒന്ന് സ്നേഹിച്ചൂടെ? ആര് പറഞ്ഞു അവളോട് സ്നേഹമില്ലാന്ന്? അവളെ മാത്രമല്ല ഞാൻ സ്നേഹിച്ചേ. പക്ഷേ അന്ന് മെസ്സേജും കത്തും ഒക്കെ ജെനി അയച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജെനിയാണെന്നാ വിചാരിച്ച്. അന്നേ സച്ചുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ തന്നെ സ്വീകരിക്കുമായിരുന്നു. ജെനി എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണെന്നുള്ളതൊക്കെ സത്യം തന്നെയായിരുന്നു. പക്ഷെ എന്നെ പ്രണയിച്ചതൊക്കെ സച്ചുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ സച്ചുവിനെ സ്വീകരിക്കുമായിരുന്നുള്ളൂ. എന്തായാലും സിദ്ധുവേട്ടാ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ജെനീനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കും. പാവം സച്ചുവേട്ടത്തി കുറെ കരഞ്ഞു, കുറെ അനുഭവിച്ചു. എന്തായാലും ജെനി കഥയറിയാതെ ആട്ടം കളിച്ച് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ. അവക്കുള്ളത് കൊടുത്തിട്ട് വിടാം. സച്ചു, എന്നോട് ക്ഷമിക്ക് സച്ചു. നീ സത്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചപ്പോഴും ഞാൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. സച്ചു, എന്നോട് ക്ഷമിക്ക് സച്ചു. എന്നെ വിട്ട് പോവില്ല സച്ചു. നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം സച്ചു. എന്നോട് ക്ഷമിക്ക് സച്ചു. എന്നെ വിട്ടിട്ട് പോവല്ലേ സച്ചു. ഇല്ല സിദ്ധുവേട്ട, എനിക്ക് സിദ്ധുവേട്ടനോട് ദേഷ്യമൊന്നുമില്ല. സിദ്ധുവേട്ടനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല സിദ്ധുവേട്ട. കരയാതെ സിദ്ധുവേട്ട. സച്ചു, നിന്നെ ഞാൻ എന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല സച്ചു. എനിക്ക് നിന്നെ വേണം സച്ചു. ഐ ലവ് യു സച്ചു. ഐ ലവ് യു സിദ്ധുവേട്ട. സിദ്ധുവേട്ട കരയില്ലേ സിദ്ധുവേട്ട. സാരമില്ല സിദ്ധുവേട്ട. എല്ലാം മറന്നേക്ക്. ഇതൊക്കെ വിധിയായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇതുവരെ എണീറ്റില്ലേ? സിദ്ധേട്ട, സിദ്ധേട്ട എഴുന്നേക്ക് സിദ്ധേട്ട. സിദ്ധേട്ടൻ എന്ത് ക്യൂട്ടായിട്ടാ പറഞ്ഞേ. സിദ്ധേട്ടൻ വന്നോ? സിദ്ധേട്ട ഇരിക്കെ, ഞാൻ ഫുഡ് എടുക്കാം. ഓക്കെ സച്ചു. സിദ്ധേട്ട, സിദ്ധേട്ടൻ ഓഫീസിൽ പോവാണോ? എനിക്ക് സിദ്ധേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ജെനി? എനിക്ക് തിരക്കാണ്, ഓഫീസിൽ പെട്ടെന്ന് പോണം. അർജന്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. വൈകിട്ട് വന്നിട്ട് സംസാരിച്ചാൽ പോരെ? കുഴപ്പമില്ല സിദ്ധേട്ട, വൈകിട്ട് വന്നിട്ട് സംസാരിച്ചാൽ മതി. എന്താ സച്ചു, പേടിച്ചു പോയോ? സിദ്ധുവേട്ടൻ കുളിച്ചോ? ഞാൻ ചായ എടുക്കാം, വേഗം വാ. கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன்.
സിദ്ധുവേട്ടാ. ആ ജെനി പറയ്, എന്തോ രാവിലെ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. അത് സിദ്ധുവേട്ടാ, ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ലോസ് ഉണ്ട് സിദ്ധുവേട്ടാ. അപ്പോൾ അതിന് കുറച്ച് പൈസ വേണമായിരുന്നു. എനിക്ക് സിദ്ധുവേട്ടനല്ലേ ഉള്ളു ചോദിക്കാനായിട്ട്. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ സിദ്ധുവേട്ടൻ്റെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ ചോദിക്കില്ലായിരുന്നു. ഓ, അതാണോ കാര്യം? എത്ര രൂപയാ വേണ്ടി വരുന്നേ? ഏകദേശം ഒരു 2 കോടിയോളം രൂപ ആവശ്യമുണ്ട് സിദ്ധുവേട്ടാ. സിദ്ധുവേട്ടന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ സിദ്ധുവേട്ടാ. പപ്പ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നേ. ആ, എങ്കിൽ പിന്നെ അങ്കിളിനെയും ആന്റീനെയും നമുക്ക് ഇങ്ങോട്ട് വരുത്തിക്കാം. എന്നിട്ട് അവർക്ക് ക്യാഷ് കൊടുത്ത് ക്ലിയർ ആക്കാം. അത് പിന്നെ സിദ്ധുവേട്ടാ, പപ്പയ്ക്ക് പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറ്റില്ല. അതാ ഞാൻ സിദ്ധുവേട്ടനടുത്ത് ചോദിച്ചേ. പിന്നെ പപ്പയ്ക്ക് അറിയില്ല ഞാൻ സിദ്ധുവേട്ടനടുത്ത് ചോദിച്ച കാര്യം. അറിഞ്ഞ പപ്പ അതിന് സമ്മതിക്കുകയില്ല. എങ്കിൽ പിന്നെ താൻ അങ്കിളിനെ എനിക്ക് വിളിച്ചതാ, ഞാൻ സംസാരിച്ചോളാം. അത് പിന്നെ സിദ്ധുവേട്ടാ, അതെങ്ങനെയാ? എന്താ ജെനി, ഒരു പരിങ്ങലൊക്കെ? നീ എന്തെങ്കിലും എന്നോട് മറക്കുന്നുണ്ടോ? ഇല്ല സിദ്ധുവേട്ടാ, അങ്ങനൊന്നുമില്ല. ജെനി, എനിക്കായിട്ട് ഇവിടെ ക്യാഷ് ഒന്നുമില്ല. ഇത് അച്ഛൻ്റെ കമ്പനിയാണല്ലോ. അപ്പോൾ അച്ഛനറിയാതെ എനിക്ക് ക്യാഷ് ഒന്നും തരാൻ പറ്റില്ല. സിദ്ധുവേട്ടൻ എന്താ എൻ്റെ അടുത്ത് ഒരു താല്പര്യമില്ലാതെ സംസാരിക്കുന്നേ? സിദ്ധുവേട്ടൻ ഒരാഴ്ചയായിട്ട് ഇങ്ങനെയാ. എന്ത് പറ്റി സിദ്ധുവേട്ടാ? സിദ്ധുവേട്ടന് സച്ചുവിനെ കിട്ടിയപ്പോ എന്നോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു തുടങ്ങി. അത് ജെനി, ഒരാഴ്ചയായിട്ട് വർക്കിന്റെ ഒരു ടെൻഷനില്ല ഞാൻ. അതാ എനിക്ക് തന്നോട് സംസാരിക്കാനൊന്നും പറ്റാത്തെ. സോറി ഇടൂ. ഇല്ല സിദ്ധുവേട്ടൻ എന്തോ പറ്റി. സിദ്ധുവേട്ടൻ ഇപ്പൊ എൻ്റെ അടുത്ത് പഴയതുപോലെ അല്ല. അങ്ങനൊന്നുമില്ല ജെനി, എനിക്ക് തോന്നുന്നതാ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. നീ പൊക്കോ. ഗുഡ് നൈറ്റ്. ഇയാളെന്തോ ഇങ്ങനെ പെരുമാറുന്നേ? 2-3 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്തോ ഒരു മാറ്റം പോലെ. ഇനി ആ സച്ചുവിനെ അങ്ങ് നഷ്ടപ്പെട്ടു തുടങ്ങിയോ? ക്രിസ്റ്റി, സിദ്ധുവേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമോ എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ഒഴിഞ്ഞു മാറുന്ന പോലെ തോന്നി. ഇത്രയും ദിവസം ഞാൻ നിന്നെ വിശ്വസിച്ചല്ലേ ജെനി ഇരുന്നേ. അപ്പൊ നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ബേബി, നിന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുക. സിദ്ധുവേട്ടൻ പഴയതുപോലെയൊന്നുമല്ല, എന്തോ മാറ്റം സംഭവിച്ചതുപോലെ. എൻ്റെ ബേബി ഇങ്ങനെ വിഷമിക്കില്ലേ. ഞാൻ എന്തായാലും ക്യാഷ് ഒപ്പിച്ച് തരാം. ആ പൊട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് വഴിക്കാക്കണം, എന്നിട്ടേ അതിന് പറ്റുള്ളൂ. എന്തായാലും അങ്ങേരെ മനസ്സ് മറന്നുമ്പേ എന്തായാലും ഒന്നുകൂടി സംസാരിച്ച് സെറ്റാക്കണം. കുറച്ച് സ്നേഹമൊക്കെ നടിച്ച് ആ പൊട്ടനെ ഒന്ന് വഴിയിലാക്കാൻ ശ്രമിക്കാൻ നോക്കാം. നീ അങ്ങനെ എന്നെ എത്ര തവണ പൊട്ടനാക്കൂടി? സിദ്ധുവേട്ട, അത് പിന്നെ സിദ്ധുവേട്ടൻ എന്തായി പറയുന്നേ? ഓ നിർത്തടി. നീ പറയുന്നേക്ക് ഈ സമയം വരെ ഞാൻ കേട്ടോണ്ടിരിക്കുക. പിന്നെ ഇപ്പൊ മാത്രമല്ല ഞാൻ കേട്ടത്, ഞാൻ എല്ലാം അറിഞ്ഞു. എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ സത്യങ്ങളും ഞാൻ സ്വയം മനസ്സിലാക്കിയത്. ഞാൻ വേറൊരു ട്രാപ്പിൽ പെട്ടുപോയി സിദ്ധുവേട്ട. നിർത്തടി നിന്റെ അഭിനയം. നീ എന്താ ഞാൻ വീണ്ടും പൊട്ടനാണെന്ന് വിചാരിച്ചത്? അവളൊരു ട്രാപ്പിൽ പെട്ടുപോയി. നീ പൈസ ചോദിച്ചത് മൊത്തം നിന്റെ കാമുകന് വേണ്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നീ എന്നിൽ നിന്ന് എന്റെ സച്ചുവിനെ അകറ്റിയിട്ട് എന്തെല്ലാമാ ചെയ്തു കൂട്ടിയത്? അതൊന്നും ഞാൻ ഒരിക്കലും അറിയില്ല എന്ന് വിചാരിച്ചു. എല്ലാ കാലത്തും എല്ലാരെയും ഇങ്ങനെ പൊട്ടനാക്കി ജീവിക്കാമെന്ന് നീ കരുതിയോ? നീയാണ് ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതെന്ന് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നെയും സച്ചുവിനെയും തമ്മിൽ അകറ്റി. എന്നാ ഇത് ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു. യഥാർത്ഥമായി സ്നേഹിക്കുന്നവരെ ആർക്കും പിരിക്കാൻ പറ്റില്ലേടി. ഇത്രയും നാളും എന്താ കരുതി? നീ വിചാരിക്കുന്നതൊക്കെ നടക്കുള്ളൂന്നോ? എന്നാ നീ കേട്ടോ, ഞാൻ സച്ചുവും ഒന്നിച്ചു കഴിഞ്ഞു. പിന്നെ മോളെ ജെനി, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നീ എന്തായാലും നിന്നെ മറ്റവനെ വിളിച്ചെന്ന് പറയും ക്യാഷ് ഒന്നും കിട്ടാൻ പോണില്ലെന്ന്. അപ്പൊ അവന്റെ തനി മനസ്സിലിരിപ്പം നിനക്കറിയാം. അവൻ നിന്നെ കാട്ടി ഫ്രോഡാ. എനിക്ക് നന്നായിട്ട് അറിയാം അവനെ. വിളിക്കടി നീ അവന് ഫോൺ എടുത്ത്. എന്നിട്ട് എന്റെ മുന്നിൽ വെച്ച് നീ പറ ക്യാഷ് തരാൻ പറ്റില്ല എന്ന്. എടുക്കടി ഫോൺ. ഹലോ ക്രിസ്റ്റി, എന്നോട് ക്ഷമിക്കുക ക്രിസ്റ്റി, ആ ക്യാഷ് ഇനി കിട്ടില്ല. നീ വാക്ക് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെയൊക്കെ? അത് സിദ്ധുവേട്ടൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ക്രിസ്റ്റി. അതാ ഇനി കാശ് കിട്ടില്ല. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാൻ പോവുക. ഓ, എന്തായാലും നീ ഇങ്ങോട്ടൊന്നും വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പിന്നെ കാശ് കിട്ടും എന്ന് വിചാരിച്ച നിന്നെ ഏറെക്കുറെ ഞാൻ സഹിച്ചത്. പിന്നെ നിന്റെ കാശിന് വേണ്ടി. എന്തായാലും എനിക്ക് നിന്നെ കൊണ്ട് ഇനി യാതൊരുവിധ ഉപയോഗവും ഇല്ല. അതുകൊണ്ട് നീ ഇനി വരണ്ട. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ക്രിസ്റ്റി തന്നെ ഇങ്ങനെ സംസാരിക്കുന്നേ.
അല്ലെങ്കിൽ നിന്നെ പോലുള്ളവളമാരെ ആർക്ക് വേണോടി? ഓരോരുത്തരന്മാരെ പറ്റിച്ച് അവരെ കാശ് വാങ്ങി ജീവിക്കുന്ന നിന്നെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കൂടെ കൂട്ടൂടി? ക്രിസ്റ്റി, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്കൂടെ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഓ, ചതിയോ? നീ തന്നെയാണോ ഈ ചതിയിലേക്ക് കാര്യങ്ങൾ പറയുന്നത്? ആ വാക്ക് നിനക്കാണ് നന്നായിട്ട് ചേരുന്നത്. പിന്നെ നോക്ക് ജെനി, ഇനി എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ എന്റെ ജീവിതത്തിലോട്ട് വരികയോ ചെയ്യരുത്. എനിക്കായിട്ട് ഇവിടെ ഒരു പെണ്ണുണ്ട്, ഞാൻ അവളെ മാത്രമേ സ്വീകരിക്കൂ. അപ്പോ ഓക്കെ, ബൈ. ഇത്രയും നാളും ചെയ്തു തന്ന എല്ലാത്തിനും. ജെനി, എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ട് സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നീ ചെയ്ത തെറ്റിനുള്ള പ്രതിഫലമാണ്. ആള് മാറിയിട്ടാണെങ്കിലും ഞാൻ നിന്നെയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. പക്ഷേ നീ എന്നെ ചതിക്കുകയായിരുന്നില്ല. നീ കൂടുതൽ എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നും നിന്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്നും താല്പര്യമില്ല. നിനക്ക് എന്നോട് ക്ഷമിക്ക് സിദ്ധുവേട്ടാ. അതിനെ ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റൊന്നുമല്ലല്ലോ നീ ചെയ്തത്. പിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലമെങ്കിലും നീ നന്നായിട്ട് ജീവിക്കാൻ നോക്കാം. എന്തായാലും ഞാൻ പോവാം. സിദ്ധുവേട്ടാ, എന്താ സിദ്ധുവേട്ടാ? ഒന്നുമില്ല സച്ചു, ഐ ലവ് യു. ഐ ലവ് യു സിദ്ധുവേട്ടാ. സിദ്ധുവേട്ടാ, എന്താ ചെയ്യുന്നത് സിദ്ധുവേട്ടാ? சில முறை இறக்கவும் சில முறை பிறக்கவும் ஆனதே. அட ஆத்தோட விழுந்த என அந்த ஆத்தோட போவது போ நெஞ்சு உன்னோடதான் பின்னோடதே. அடக்காலம் மறந்து காட்டு மரமும் பூக்கிறதே. குறுக்கு சிரித்தவளே, என்ன குங்குமத்தில் கரைச்சவளே, അയ്യോ, എന്റെ കൊച്ചിന് നാണം വന്നോ? ജസ്റ്റ് ഒന്ന് കിസ്സും ഹക്കല്ലേ ചെയ്തോളൂ. അപ്പോഴേ ഇങ്ങനെയാണ്. സിദ്ധുവേട്ടാ, ഒന്ന് കിടക്കാൻ നോക്ക്.